ഡോക്ടർ സരോജ, 143(1) ഈ വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ ഒരു വ്യക്തത ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കെ സ്റ്റാലിൻ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ഒരു കത്തയക്കുമ്പോഴാണ് ഈ വിഷയത്തിലൊരു ചർച്ച വേണ്ടതല്ലേ, ഇതിൻ്റെ യഥാർത്ഥ വശം പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തുടക്കം മുതൽ പറഞ്ഞാൽ ഈ വകുപ്പിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് തുടങ്ങി നമുക്ക് വിശദീകരിക്കാം. ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ 141 റെഫറൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് പിന്നെ സംബന്ധമായ റെഫറൻസ് വരുമ്പോൾ സുപ്രീം കോടതിയിലോട്ട് റെഫർ ചെയ്യുന്ന പവേഴ്സ് ആണ് ഈ പറഞ്ഞ പിന്നെ 141. പക്ഷേ നമ്മള് അത് പറയുന്നതിന് മുന്നേ തന്നെ ഈ പിന്നെ ഗവർണർ എന്ന് പറയുന്ന പദവി ഹീസ് നോട്ട് പിന്നെ എന്താ പറയുന്നത്, ഒരു ഓഫീസ് ഓഫ് ദി ഗവർണർ ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങേര് ഒരു ഇതിന്റെ കൺട്രോളിലോ സബോർഡിനേറ്റോ അല്ല. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 153 155 നോക്കിയാൽ അത് വളരെ ക്ലിയർ ആണ്. ദർ ഷാൽ ബി എ ഗവർണർ എന്ന് 153 പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ 155 പറയുന്നുണ്ട് ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫീസാണ്. അപ്പം നമ്മൾ പ്രസിഡന്റും ഗവർണറും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. രണ്ടുപേരും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണെങ്കിലും ഈ പറഞ്ഞ ഗവർണറിന് ചില കേസസിൽ പിന്നെ ചില പ്രിവിലേജസ് ഉണ്ട് എൻജോയ്ഡ് ബൈ ദി പ്രസിഡന്റ്. അതിൽ ഒരു പവറാണ് ഈ പറഞ്ഞ 154(4) ദാറ്റ് ഈസ് ഡിസ്ക്രിഷണറി പവർ. 200 പറയുന്നുണ്ട്. അത് കൂടാതെ 154 എക്സിക്യൂട്ടീവ് പവർ വെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റിന്, ഗവർണറുടെ അടുത്ത്. അപ്പൊ ഇത് he can apply this or exercise this power either directly or through officers subordinate him. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് ആക്ഷൻ പിന്നെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് എല്ലാ കേസിലും പറയുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യണമെങ്കിൽ പിന്നെ ഈ എക്സിക്യൂട്ടീവ് പവറിന്റെ ഇത് ചില കേസസിൽ ഡിസ്ക്രിഷൻ ഉണ്ട്. അത് രാമജാവയുടെ കേസിലും ശംഷർ സിംഗിന്റെ കേസിലും ഒക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഡിസ്ക്രിഷണറി പവർ എവിടെയൊക്കെ എക്സസൈസ് ചെയ്യാമെന്ന്. 200 പവർ ടു റിസോൾവ് ബിൽസ് ആ ഡിസ്ക്രിഷനിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 200 ഐസൻ പറഞ്ഞ പോലെ ഇറ്റ് എംപവേഴ്സ് ദ ഗവൺമെന്റ് ടു റിസോൾവ് ബിൽസ്. അപ്പം ഇത് ഹൗസസ് പാസ് ചെയ്ത ബില്ലാണെങ്കിലും എന്തായാലും അത് റിസർവ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഇത് കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റിന് വിടാം. അപ്പം ഇത് പിന്നെ ഈ ഡിസ്ക്രിഷന്റെ അകത്ത് എന്തൊക്കെ പവേഴ്സ് വരുന്നുണ്ടെന്ന് പല കേസസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് മോർ ഓവർ നമ്മൾ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സുപ്രീം. Everybody is bound to abide by the principles of the constitution. കാരണം നിയമം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫ്ലോ ചെയ്യുന്നത്. വാട്ട് എവർ പവേഴ്സ് ആർ എക്സസൈസ്ഡ് ബൈ ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ ഓർ ബൈ ദി ഹൗസസ്, ഇതെല്ലാം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നിയമ നടപടിയും ആർക്കും തന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിലൊരു വ്യക്തത, അതായത് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിന് ശ്രമിക്കുന്നു രാഷ്ട്രപതി. ഭരണഘടനയുടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 200, 201 വകുപ്പ് പ്രകാരം നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ല എന്നാണ് സുപ്രീം കോടതി കൈമാറിയ റെഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുന്നതും. അപ്പോൾ ഇതിൽ ഈ ഇതര സംസ്ഥാനങ്ങളിലെ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കാണ് ഇപ്പോൾ സ്റ്റാലിൻ കത്തയച്ചിരിക്കുന്നത്. ഈ കത്ത് പ്രകാരം അവർ ഒന്നിച്ചാൽ പോലും എങ്ങനെയാണ് അവർക്ക് നിയമപരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമോ? ആർക്കാണ് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമോ? ആർക്ക് ഇടപെടാൻ കഴിയുമെന്ന് ചോദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഇപ്പോൾ കെ സ്റ്റാലിൻ കത്തയച്ചിരിക്കുന്നത് BJP ഇതര മുഖ്യമന്ത്രിമാരോട് ഒന്നിച്ചു നിൽക്കാനും ഈ വിഷയത്തെ സുപ്രീം കോടതിയിൽ എതിർക്കാനുമാണ്. അവർക്ക് എങ്ങനെയാണ് നിയമപരമായി സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ എതിർക്കാൻ കഴിയുക, ഇടപെടാൻ കഴിയുക? ഇത് പ്രസിഡന്റ് എക്സ്പ്രസ് ചെയ്തേക്കുന്നതല്ലേ. പ്രസിഡന്റ് ഒരു ചോദ്യം റെഫർ ചെയ്തേക്കാണ് സുപ്രീം കോർട്ടിലേക്ക്.
അപ്പൊ അത് സുപ്രീം കോർട്ട് പിന്നെ അറ്റോർണി ജനറൽ വഴി കോടതിയിൽ നിന്ന് ഡയറക്ഷൻ ഫ്രം ദ പാർട്ടീസ് എടുത്ത് നോട്ടീസ് കൊടുത്ത് അത് സുപ്രീം കോർട്ടിന്റെ ഇതിൽ വരുന്നതാണ്. അത് ഇതര സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് ഒപ്പീനിയൻ പറയാന്നല്ലാതെ അവർക്ക് അതിനകത്ത് പിന്നെ ഇടപെടാനൊന്നും പറ്റില്ല.